അപ്പോൾ നമ്മൾ ഡാർട്ടിലേക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് ഡൈവ് ചെയ്ത് പോകുമ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് ഓരോ ടൈപ്സിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പഠിക്കാൻ പോവാണ്. അതായത് ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് സ്ട്രിങ് എന്താണെന്ന് നോക്കാം. സ്ട്രിങ്ങിനകത്ത് നമുക്ക് കോൺകാറ്റിനേഷൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ നോക്കിയതാണ്. രണ്ട് സ്ട്രിങ്ങിനെ എങ്ങനെ കോൺകാറ്റ് ചെയ്യുന്നത്, അതായത് പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് സ്ട്രിങ് ഇൻ്റർപോളേഷൻസ് ഉപയോഗിക്കാം. ലൈക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോർമാറ്റിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ടൈപ്പ് കൺവേർഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡാർട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആൻഡ് നമുക്കൊന്നുകൂടി റിഫ്രഷ് ചെയ്യാം. ദെൻ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്ട്രിങ്സിനെ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്. ഇവിടെ നമുക്ക് റിമെമ്പർ ദർ ഇസ് നോ, ദിസ് ഇസ് സി ലൈക്ക് ലാംഗ്വേജ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് സിയുടെ ഓൾമോസ്റ്റ് സിൻടാക്സ് ഒക്കെ സിമിലർ ആണ്. പക്ഷെ നിങ്ങൾക്ക് ക്യാർ എന്നുള്ള ടൈപ്പ് ഇല്ല. എവറിത്തിങ് ഈസ് സ്ട്രിങ് എന്ന് വെച്ചാൽ അത് സിംഗിൾ കോട്ടഡ് ആകാം, സിംഗിൾ കോട്ടഡ് സ്ട്രിങ് ആകാം, അതല്ലെങ്കിൽ യു ക്യാൻ ഹാവ് ലൈക്ക് ദിസ് ഡബിൾ കോട്ടഡ് സ്ട്രിങ് ആവാം. നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഡബിൾ കോട്ടഡ് ആണ്, സിംഗിൾ കോട്ടഡ് ആവാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ദിസ് ഇസ് എ സ്ട്രിങ് വേരിയബിൾ. ദെൻ യു ക്യാൻ കമ്പൈൻ സ്ട്രിങ്സ്. സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമുക്ക് രണ്ട് സ്ട്രിങ് ഉണ്ട്. ഓക്കെ, like this. Oh, sorry. Okay, this is a string text 1 and you can have text 2. I need to combine these two things. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? You can simply like this, text 1 plus, this is txt1, text 1 plus text 2 എന്ന് എഴുതാം. കമ്പൈൻ ചെയ്തു. ആൻഡ് ദിസ് ഇസ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ, അഡീഷൻ ആണ്. ദെൻ ഇതിനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു, ഇൻ്റർപോളേറ്റ് ചെയ്ത് എഴുതാം. ലൈക്ക് ഓപ്പൺ യുവർ ഡബിൾ കോട്ട്സ്, ദെൻ യു ക്യാൻ ഓപ്പൺ എ ഡോളർ സിമ്പിൾ, ദെൻ യു ക്യാൻ ഹാവ് ടെക്സ്റ്റ് 1 പ്ലസ് ഡോളർ യുവർ ടെക്സ്റ്റ് 2. ഓക്കെ, ഇത് സിമ്പിൾ എക്സ്പ്രഷൻസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാം. ഇഫ് യു ഹാവ് എനി എക്സ്പ്രഷൻസ്, നമ്മളത് പഠിച്ചതാണ്, ഇവിടെ കേളി ബ്രേസ് ഉപയോഗിക്കണം, എന്നാലേ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ സിമ്പിൾ ഒരു പ്ലേസ് ഹോൾഡർ ഇട്ടിട്ട് അതിനകത്തേക്ക് വാല്യൂ റീപ്ലേസ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അതാണ് നമ്മുടെ സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്ട്രിങ്ങിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്ട്രിങ് പ്രോപ്പർട്ടീസ്. നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ സ്ട്രിങ് പ്രോപ്പർട്ടീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതിൽ ആദ്യത്തെയാണ് എന്ത്, you have your chord units. You can find the length of a string. അപ്പോൾ നമുക്ക് സ്ട്രിങ് ലെങ്ത് എന്ന് പറയുന്നത് വിച്ച് സ്ട്രിങ് യു വാണ്ട് ടു ഫൈൻഡ് ദ ലെങ്ത്, str എന്നുള്ള സ്ട്രിങ് ആണ് അതിൻ്റെ ലെങ്ത്. ഇത് ആക്ച്വലി എന്തായിരിക്കും, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഇൻഡെക്സ്ഡ് ആണ്. 0th ഇൻഡെക്സിൽ എച്ചും ഫസ്റ്റ് ഇൻഡെക്സിൽ ഇ, ദെൻ 2, 3, 4 അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ദെൻ ഈവൻ ദ കോമ ഈസ് ഇൻ an index. ഓക്കെ, ദെൻ 4, 5, this is 5. Then you have the space. ആ സ്പേസ് എന്തായിരിക്കും, ഒരു ഇൻഡെക്സിൽ ഉണ്ടായിരിക്കും, വൈറ്റ് സ്പേസ്. അപ്പോൾ ഇത് ടോട്ടൽ എത്ര ഇൻഡെക്സുകൾ ഉണ്ടെന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ കൗണ്ട് ചെയ്യുന്നത്. അത് എപ്പോഴും എന്തായിരിക്കും, ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായതുകൊണ്ട് ടോട്ടൽ ലെങ്ത് എന്ന് വിളിക്കുന്നത് എന്തായിരിക്കും, ഇൻഡെക്സ് പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്ത്, സ്ട്രിങ് ലെങ്ത്. അപ്പോൾ സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും, സ്ട്രിങ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, str.string ലെങ്ത് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് യൂണിറ്റ്സ് നമുക്ക് കിട്ടണം. കോഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്, യു ക്യാൻ ഹാവ് ആൻ അൺമോഡിഫയബിൾ ലിസ്റ്റ് ഓഫ് യുണീക്ക് കോഡ്, അതല്ല നോട്ട് യുണീക്ക് കോഡ്, ഓക്കെ, UTF-16 കോഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് റിട്ടേൺ ചെയ്ത് തരും. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് str.code units എന്ന് എഴുതി. ദെൻ ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ലൈക്ക് ദിസ്, ഓരോ ക്യാരക്ടറിൻ്റെയും UTF കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ കിട്ടും. ദാറ്റ് ഈസ് എ അൺമോഡിഫയബിൾ ലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അൺമ്യൂട്ടബിൾ ആണ്. അതല്ലെങ്കിൽ ഇത് എന്തല്ല, മ്യൂട്ടബിൾ അല്ല, അതിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് എ ലിസ്റ്റ് ലൈക്ക് ദിസ്, ഓൾ ദീസ് ആർ UTF കോഡ്സ്. ഓക്കെ, അതാണ് എന്ത്, കോഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി യു വാണ്ട് ടു ചെക്ക് സംതിങ് ലൈക്ക് ദിസ് ഈസ് ആൻ എംപ്റ്റി സ്ട്രിങ്. ഇഫ് str. ഈസ് എംപ്റ്റി ഉണ്ട്, ഈസ് എംപ്റ്റി, ആൻഡ് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, ഈസ് എംപ്റ്റി ആണോ, അല്ല, അതിനകത്ത് എന്തുണ്ട്, യു ഹാവ് വാല്യൂസ്, സോ യു ഗെറ്റ് ഫോൾസ്. ആൻഡ് ഈസ് നോട്ട് എംപ്റ്റി എന്ന് ഞാൻ എഴുതിയാലോ, str. You can have print str.is not empty, then you will get a true here because ഇവിടെ ഓൾറെഡി ഈസ് നോട്ട് എംപ്റ്റി ആണ്. ഇതിന് എംപ്റ്റി ആണെന്ന് ചോദിച്ചാൽ എന്തല്ല, ഫോൾസ് ആണ്. നോട്ട് എംപ്റ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്, ട്രൂ ആണ്. ദെൻ ഇതാണ് എന്ത്, സ്ട്രിങ്ങിൻ്റെ
പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് സംടൈംസ് നമുക്ക് ചില പ്രോപ്പർട്ടീസ് നമുക്ക് പ്രോഗ്രാംസ് എഴുതുമ്പോൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി ദിസ് ലെങ്ത് ഓഫ് ദി സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അത് എം ടി ആണോ ചെക്ക് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കാര്യമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ എഴുതിയ എക്സാമ്പിളിൽ നമുക്ക് ഒരെണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. സി ഞാനിവിടെ യൂസറോട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻറ്റ് യു ക്യാൻ ഹാവ് എൻറ്റർ യുവർ നെയിം എന്ന് വിളിച്ചു, നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആളുടെ പേര് എന്ത് ചെയ്യണം, യു നീഡ് ടു സ്റ്റോർ സംവർ. സോ സ്ട്രിങ് നെയിം ഈക്വൽ ടു നേരത്തെ എഴുതിയ ഓർമ്മ ഉണ്ടല്ലോ, stdin ഡോട്ട് റീഡ് ലൈൻ സിങ്കിനെ കോൾ ചെയ്തു. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് ആൻ എക്സ്ക്ലമേറ്ററി മാർക്ക് ഹിയർ. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഇയാളുടെ പേര് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിരുന്നു, ഹലോ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു, ലൈക്ക് ഡോളർ നെയിം എന്ന് പ്രിന്റ് ചെയ്തു. ഇത് ഞാൻ റൺ ചെയ്ത് എന്തായിരിക്കും കിട്ടുക, ഇവിടെ വന്നിട്ട് ലെറ്റ് മീ റൺ ദിസ്, ക്ലിയർ ദിസ് കൺസോൾ, ദെൻ റൺ ദിസ് പ്രോഗ്രാം, എൻ്റർ യുവർ നെയിം, ഐ ആം ഗോയിങ് ടു എൻ്റർ മൈ നെയിം, നൗ യു ഗോട്ട് ഹലോ ജോബിൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പ്രോഗ്രാം ക്രാഷ് ആവുന്ന കേസ് ഉണ്ടായിരുന്നു, ലെറ്റ് മീ ചെക്ക് ദാറ്റ്. ഇവിടെ ഞാൻ എൻ്റർ ചെയ്തു, ഒന്നും എൻ്റർ ചെയ്തില്ല, ദെൻ ഹലോ നത്തിങ്. ആ നത്തിങ് വരാനുള്ള കാരണം ഇവിടെ ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് എം ടി ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ നൾ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നൾ സേഫ്റ്റിയെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും, നെവർ ഗെറ്റ് കൺഫ്യൂസ്ഡ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. നേരത്തെ നമുക്ക് ഫോർമാറ്റ് എക്സെപ്ഷൻ ആണ് വന്നിരുന്നത്, നൾ വാല്യൂ ഇല്ലാത്ത എക്സെപ്ഷൻ അല്ല. അത് മനസ്സിലാക്കി വെക്കുക. എന്ന് വെച്ചാൽ ഇൻഡ് ഡോട്ട് പാഴ്സ് ഒക്കെ എഴുതിയപ്പോൾ ഫോർമാറ്റ് എക്സെപ്ഷൻ ആണ് വന്നിരുന്നത് പ്രീവിയസിനകത്ത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കേണ്ടത് ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇതിൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം ഇത് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻസ് ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും ഞാൻ എഴുതുന്നുണ്ട്, നെയിം ഡോട്ട് ഈസ് നോട്ട് എം ടി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, പ്രിന്റ് ദിസ് തിങ്. അതർവൈസ് ഞാൻ പറയുകയാണെന്ത്, എൻ്റെ സം വാലിഡ് നെയിം എന്ന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പ്രിന്റ് എൻ്റർ വാലിഡ് നെയിം. Okay, then let's run this long, clear the screen, main.dot and enter your name. And first നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. Now you got your name. Then നമ്മൾ പേര് എഴുതിയില്ലെങ്കിലോ, no you got your message, enter a valid name. So ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇവിടെ ഈസ് നോട്ട് എം ടി ആണോ ഈസ് എം ടി ആണോ എന്നൊക്കെ നേരെ തിരിച്ചും എഴുതാം. ഈസ് എം ടി ആണെങ്കിൽ നേരെ തിരിച്ചും കാണിക്കാം. അപ്പോൾ ഇഫ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതേണ്ടി വരും. ഇപ്പോൾ ഞാനിതിൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, ഇത് പ്രിന്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ എഴുതിയത്. അപ്പോൾ ഈ ഇത്തരം സെനാരിയോയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോപ്പർട്ടീസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി ഇത് നോട്ട് എം ടി ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ദ സ്ട്രിങ് ലെങ്ത് ഈസ് ലെങ്ത് ഈസ് ഡോളർ. And now you can see the expression. ഞാൻ നമ്മുടെ വേരിയബിളിൻ്റെ പേര് ഇതാണ്, നെയിം ഡോട്ട് ലെങ്ത് എന്ന് വിളിച്ചു. ഓക്കെ, ആൻഡ് ദിസ് വോണ്ട് വർക്ക് ബിക്കോസ് ഇവിടെ ഇതെന്തായിരിക്കും സംഭവിക്കുക, ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അവിടെയാണ് നമ്മളുടെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന കേർലി ബ്രേസിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ഇവിടെ എഴുതി ജോബിൻ എന്ന് എഴുതി. നൗ യു ഗോട്ട് ദിസ് തിങ് ജോബിൻ ഡോട്ട് ലെങ്ത്, ബിക്കോസ് ഇത് എന്ത് ചെയ്തിട്ടില്ല, ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഇവാലുവേറ്റ് ചെയ്യണം, ദിസ് ഈസ് ആൻ എക്സ്പ്രഷൻ. ഇത് വാലുവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, യു ഷുഡ് പുട്ട് ദാറ്റ് ഇൻ എ ഓർ എൻക്ലോസ് ദാറ്റ് ഇൻ എ കേർലി ബ്രേസ്. നൗ ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ ഒന്നുകൂടി റൺ ചെയ്തു, ആൻഡ് യു ക്യാൻ ഹാവ് ജോബ് ഇൻ ഹിയർ. നൗ യു ഗോട്ട് ദ വാല്യൂ, അത് ഇവാലുവേറ്റ് ചെയ്തു. ദ സ്ട്രിങ് ലെങ്ത് ഈസ്, ആൻഡ് ഡോണ്ട് ലുക്ക് അറ്റ് ദ സ്പെല്ലിങ്സ്, ആക്ച്വലി സ്പെല്ലിംഗ് ഒക്കെ തെറ്റുണ്ട്. ഇവിടെ ദ സ്ട്രിങ് ലെങ്ത് ഈസ് 5 എന്ന് വന്നു. ഓക്കെ, ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. നൗ ഇനി നമുക്കുള്ളത് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റണം, കുറേ മെത്തേഡ്സ് ഉണ്ട് സ്ട്രിങ്ങിനകത്ത്. നമുക്ക് ലോട്ട് ഓഫ് യൂസ്ഫുൾ മെത്തേഡ്സ് അത് സ്ട്രിങ് മെത്തേഡ്സ്. ഓക്കെ, സോ അപ്പോൾ സ്ട്രിങ് മെത്തേഡ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിനെ നിങ്ങൾക്ക് അപ്പർ കേസ് ആക്കണം എന്ന് വെച്ചാൽ കറൻ്റ്ലി അത് ഏത് കേസാണോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു അപ്പർ കേസ്, ആൻഡ് യു ക്യാൻ ഹാവ് ഇതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ നേരെ തിരിച്ചു എഴുതാം. ആൻഡ് ലൈക്ക് ലെറ്റ് മീ കോപ്പി ദിസ് തിങ്. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഈ അപ്പർ കേസ് ഉള്ളത് എന്താക്കാൻ പറ്റും, യു ക്യാൻ ഹാവ് ദാറ്റ് ലോവർ കേസ്. ഓക്കെ, ലോവർ കേസ് ചെയ്യാം. ഇത് രണ്ടും എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിനകത്തുനിന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. എങ്ങനെ കമൻറ്റ് ചെയ്യുക, കൺട്രോൾ/. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഒന്നുകൂടി റൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഇങ്ങനെ കിട്ടി, വാട്ട് ഈസ് യുവർ നെയിം, ഐ എം ഗോയിങ് ടു എൻ്റർ ജോബിൻ ജെ, ഫുള്ളി സ്മോൾ ലെറ്ററിലാണ് എഴുതിയത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കണ്ടോ,
ഹലോ ജോബിൻ വന്നു, ഹലോ വേൾഡ് ആൻഡ് വൈ ഇറ്റ് ഈസ് ലൈക്ക് ദസ്. എസ് ടി ആർ ആണല്ലേ, എസ് ടി ആർ എന്നതിൽ ഹലോ വേൾഡ് എന്നാണ്. അപ്പോൾ നേരെ തിരിച്ച് എന്ത് ചെയ്തു, ഇവിടെ ഓൾറെഡി വാല്യൂ ഉണ്ടായിരുന്നു, ഇതിനെ എന്ത് ചെയ്തു അപ്പർ കേസ് ആക്കി മാറ്റിയിട്ടുണ്ട്, ദെൻ അതിനെ ഫുള്ളി ലോവർ കേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്, ടു അപ്പർ കേസും ടു ലോവർ കേസും. ഇനി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, ഈ ട്രിം എന്നുള്ള മെത്തേഡ്. ട്രിം, ഓക്കെ, ട്രിം നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് വിൽ ട്രിം ഔട്ട് ഓൾ ദ അൺവാണ്ടഡ് സ്പേസ്. ആൻഡ് റിമെമ്പർ, അൺവാണ്ടഡ് സ്പേസ് നമ്മൾ ഇന്റൻഷനലി രണ്ട് വേർഡ്സിന്റെ ഇടയ്ക്കിട്ട സ്പേസ് അല്ല. ഇപ്പോൾ ഈ ബിഗിനിങ്ങിലും എൻഡിങ്ങിലും ഉള്ള സ്പേസ് ഒക്കെ എന്ത് ചെയ്യും, ഇത് ട്രിം ചെയ്ത് തരും. അതായത് ഇപ്പോൾ എസ് ടി ആർ എന്ന് എഴുതി ഇവിടെ ഈ എസ് ടി ആർ സ്ട്രിങ്ങിനകത്ത്, ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ്, ഐ ഡോണ്ട് വാണ്ട് ദിസ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്ട്രിങ്. സി ഐ ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഞാൻ ആദ്യം ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്, അവസാനം ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദിസ്. നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന അല്ലെങ്കിൽ യൂസർ ഒരു വാല്യൂ എൻ്റർ ചെയ്തപ്പോൾ അയാൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് എൻ ഇമെയിൽ ഐ ഡി. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒരു സ്പേസ് നമ്മൾ പുട്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് എൻഡിൽ ഒരു സ്പേസ് പുട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടേ നമ്മൾ ഡി ബിയിൽ ആസ് എ വോൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ സ്പേസ് ഇടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അയാൾ ഇൻവാലിഡ് യൂസർ നെയിമൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള വാല്യൂ ഒക്കെ ട്രിം ചെയ്തിട്ട്, ദിസ് അൺവാണ്ടഡ് സ്പേസ് ഒക്കെ ട്രിം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഒന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. പ്രിന്റ് എസ് ടി ആർ ഞാനൊന്ന് പ്രിന്റ് ചെയ്തു ഇവിടെ. ആൻഡ് ലെറ്റ് മീ റൺ ദിസ്. ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ആൻഡ് ഓക്കെ യു ക്യാൻ ഹാവ് ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇവിടെ കണ്ടോ, ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അതിനെ, ഡോണ്ട് വറി, jobin@ralphis.com എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്, അവസാനമൊക്കെ എന്ത് ഉണ്ടായിരിക്കും, സ്പേസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ട്രിം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കണ്ടില്ലേ ദിസ് തിങ്, ഇതാണ് നമ്മൾ ട്രിം ചെയ്ത സാധനം. ഇവിടെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ കണ്ടോ ദർ ഈസ് നോ സ്പേസ് ഹിയർ, ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിതിനെ ട്രിം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ട്രിം ചെയ്യാതെ കൺവേർട്ട് ചെയ്തതാണ്, ആ സ്പേസ് അടക്കം എടുത്തിട്ടാണ് എന്ത് അപ്പർ കേസും ലോവർ കേസും ഒക്കെ ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻഡ് ഈ ട്രിമ്മിന് ഉപയോഗിക്കാം. ഇനി ട്രിം ലെഫ്റ്റ് ഉണ്ട്, ഇതേപോലെ നിങ്ങൾക്ക് ആദ്യത്തിലുള്ള സ്പേസ് മാത്രം കളഞ്ഞാൽ മതി. ഇതേപോലെ നമുക്ക് ആരും ഉണ്ടായിരിക്കും, ട്രിം റൈറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ട്രിം ഉണ്ട്, ട്രിം ലെഫ്റ്റ് ഉണ്ട്, ട്രിം റൈറ്റ് ഉണ്ട്. ഇത് ട്രിം ലെഫ്റ്റ് എന്തായിരിക്കും, ആദ്യം തുടക്കത്തിലുള്ള മാത്രം കളയും. ട്രിം റൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റൈറ്റ് സൈഡിലുള്ള കളയും. ആൻഡ് ട്രിം ഇറ്റ് വിൽ കട്ട് ഓൾ ദ സ്പേസ് ഇൻ ദ സെൻസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ട്രിം എന്നുള്ള മെത്തേഡ്. And you can have something called, and important ആയിട്ടുള്ള വേറെ ഒന്നാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. And you can have split a string. See, suppose I have a string like this. Okay, this is a string and I need to split this. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് ഏതാണോ സ്ട്രിങ് ഒബ്ജക്റ്റ് അതേ ഡോട്ട് സ്പ്ലിറ്റ് എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യുക. ആൻഡ് യു ഹാവ് ടു പ്രൊവൈഡ് സംതിങ് ലൈക്ക് ദിസ്. വാട്ട് ഈസ് ദ പാറ്റേൺ യു വാണ്ട് ടു സ്പ്ലിറ്റ്, എന്ത് കണ്ടിട്ടാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സ്ട്രിങ് എസ് ടി ആർ എന്ന് വിളിക്കുന്നത് എനിക്ക് അറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എവിടെയൊക്കെ അറ്റ് കാണുന്നോ അവിടെയൊക്കെ ഒരു സ്ലൈസ് ചെയ്യും. അങ്ങനെ ഇതൊരു സിംഗിൾ എൻറ്റിറ്റി ആണ് റൈറ്റ് നൗ. ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് അൺവാണ്ടഡ് സ്പേസ്. ഓക്കെ, ഇതൊരു സിംഗിൾ എൻറ്റിറ്റി ആണ്. ഇപ്പോൾ ഇതിനെ രണ്ട് കഷ്ണമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആക്ച്വലി നിങ്ങൾക്ക് രണ്ട് പീസ് ഉണ്ടായിരിക്കും. ആ രണ്ട് പീസ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ അറ്റൊരെണ്ണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ഇതിനകത്ത് രണ്ട് കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സിംഗിൾ, നമ്മൾ ഡാറ്റ ടൈപ്സ് പറഞ്ഞാണ് നിങ്ങൾക്ക് ഒരു കളക്ഷൻ ഓഫ് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ട്രിംഗ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, യു നീഡ് എ ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റിട്ടേൺ ചെയ്ത് തരുന്നത് എന്തായിരിക്കും, ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. ഇതിന്റെ റിട്ടേൺ ടൈപ്പ് കണ്ടോ, ലിസ്റ്റ് എന്നാണ്. ലിസ്റ്റ്, ഒരു സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് സ്ട്രിംഗ് ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇത് ഞാൻ റൺ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും. ലെറ്റ് മീ റൺ ദാറ്റ് കോഡ് ഹിയർ ആൻഡ് ജോബിൻ എന്ന് എഴുതി. ആൻഡ് നൗ യു ക്യാൻ സി യു ഹാവ് എ സ്പ്ലിറ്റ് ഹിയർ. അറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ നീഡ് ടു റിട്ടേൺ ദിസ് ഡൊമൈൻ. ഈ ഡൊമൈൻ മാത്രം എനിക്ക് എന്ത് ചെയ്യണം, ഓർ യു ക്യാൻ ഓക്കെ ലെറ്റ് മീ റിട്ടേൺ ദാറ്റ് ഡൊമൈൻ. ഈ ഡൊമൈൻ മാത്രം റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ലിസ്റ്റാണ്, ലിസ്റ്റ് ഇൻഡെക്സ്ഡ് ആണ്. 0th ഇൻഡെക്സിൽ ഫസ്റ്റ് കട്ട് ചെയ്തതിൻ്റെ പാർട്ട് ഉണ്ടായിരിക്കും, അറ്റിന് അപ്പുറത്തുള്ള അടുത്ത പാർട്ടിലുണ്ടായിരിക്കും. അത് കിട്ടണമെന്ന് എന്ത് ചെയ്താൽ മതി, സി ഐ വാണ്ട് വൺ ദിസ് ഹിയർ. അതായത് അതിൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ഐറ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ആക്സസ്. ആൻഡ് ലെറ്റ് മീ ക്ലിയർ ദാറ്റ് തിങ്. അത് ഞാനിവിടെ എൻ്റർ നെയിം എന്നുള്ള ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ പേര് എൻ്റർ ചെയ്ത് കളിക്കേണ്ടി വരും. ഓക്കെ, കമൻറ്റ് ഔട്ട് ഓൾ ദീസ് തിങ്സ്, ദെൻ കം ഹിയർ ആൻഡ് റൺ ദിസ് കോഡ്. ആൻഡ് നൗ യു ക്യാൻ സി യു വിൽ ഗെറ്റ്
ദാറ്റ് പാർട്ട് ഓൺലി. നമ്മളിവിടെ കോൾ ചെയ്ത ഫസ്റ്റ് ഇൻഡെക്സ് ഉള്ളത് മാത്രം എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പീസ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് ഇൻഡെക്സ് മാത്രം എന്ത് ചെയ്തു നിങ്ങൾക്ക് കിട്ടി. ആൻഡ് യു ഹാവ് ദ കോമൺലി യൂസ്ഡ് മെത്തേഡ് കോൾഡ് ടു സ്ട്രിങ് മെത്തേഡ്. ഓക്കെ, എനി ഒബ്ജക്ട് ഡോട്ട് ടു സ്ട്രിങ് നിങ്ങൾക്ക് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് ഇൻഡ് എ ഈക്വൽ ടു 20 എന്നുണ്ട്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഹാവ് പ്രിന്റ് എ ഡോട്ട് ടു സ്ട്രിങ്. ഓക്കെ, ആൻഡ് ഇത് എ ഇൻഡ് ആണ്, അതിനെ സ്ട്രിങ് ആക്കി മാറ്റി. ഇതിന്റെ ടൈപ്പ് ഇപ്പം എന്താണ്? ഇൻഡ് ആണ്. ഇതിന്റെ ടൈപ്പ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൺ ടൈം ടൈപ്പിനെ വിളിച്ചാൽ മതി. Runtime type. Remember a is actually integer and we just converted to string. Then അതിന്റെ ടൈപ്പ് ഞാൻ നോക്കുകയാണ്. അപ്പോൾ എയുടെ ടൈപ്പ് ഇപ്പം എന്തായി മാറിയിട്ടുണ്ടാവും? ആ സാധനത്തിന്റെ ടൈപ്പ് എന്തായി മാറിയിട്ടുണ്ടാവും? സ്ട്രിങ് ആയി മാറിയിട്ടുണ്ടാവും. ഇനീഷ്യലി അത് എന്തായിരുന്നു? ഇൻറ്റീജർ ആയിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ യു ക്യാൻ ഹാവ് സബ്സ്ട്രിങ് മെത്തേഡ്സ് ഉണ്ട്. ഒരു ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് സബ്സ്ട്രിങ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? യു ഹാവ് സംതിങ് ലൈക്ക് സബ്സ്ട്രിങ്. It's not substring. Okay, it is substring. Wait a second. Let me check that code. Substring എന്താന്നുള്ള കാര്യം. Okay, you have a substring like this. Okay, and ഞാൻ കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. And string text equal to allow computer എന്നുണ്ട്. You have a substring text dot substring എന്ന് 7 എന്ന് എഴുതിയിട്ടുണ്ട്. And this will return 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഐ ലവ്, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്രിന്റ് ഓൺലി കമ്പ്യൂട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ട്രിങ് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ റിസൾട്ട് ഫ്രം ഇൻഡെക്സ് 6 ടു ലാസ്റ്റ് ഇൻഡെക്സ്. 6 മുതൽ ലാസ്റ്റ് ഇൻഡെക്സ് വരെ അത് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ദെൻ ഇവിടെ നമ്മൾ എവിടെ തുടങ്ങണം നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ തുടങ്ങി ലാസ്റ്റ് വരെ അത് റിട്ടേൺ ചെയ്യും. ഇതെന്തായിരിക്കും? സെക്കൻഡിൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? ഫ്രം ഇൻഡെക്സ് 2 ടു ദ 6th ഇൻഡെക്സ് എന്ത് ചെയ്യും? ഇത് നമുക്ക് ഔട്ട്പുട്ട് തരും. ആൻഡ് ലെറ്റ് മീ ചെക്ക് ദാറ്റ്. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ആൻഡ് ഡാർട്ട് നൗ യു ക്യാൻ സീ ദിസ് തിങ് ലവ് എന്ന് മാത്രം വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് യു ഹാവ് 2 മോർ ഇവിടെ. ഓക്കെ, ആൻഡ് ഇതാണ് എന്ത്? സബ്സ്ട്രിങ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. Okay, hope this is clear and clear ആണെന്ന് വിചാരിക്കുന്നു. And there are a lot of other methods, especially you can reverse a string. ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് കോഡ് എഴുതി റിവേഴ്സ് ചെയ്യാം. എന്ന് വെച്ചാൽ ഓരോ എലമെന്റിലും ഓരോ ഇൻഡെക്സിലൂടെയും പോയിട്ട് അതിനെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോർ ലൂപ്പ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ലൂപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും? യു ക്യാൻ റിവേഴ്സ്, സിംപ്ലി റിവേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന STR ഉണ്ട്, അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാം. എങ്ങനെയായിരിക്കും റിവേഴ്സ് ചെയ്യേണ്ടത്? റിവേഴ്സ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? You can't use this string dot reverse. Reverse is a method. Let me write it again. Okay, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? You have a string called something like this. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇൻപുട്ട് എന്നാണ് നമ്മളുടെ ഇതിൻ്റെ റിവേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ എന്ത് ചെയ്തു? ആദ്യം ഞാൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ അതിനെ റിവേഴ്സ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇത് സിമ്പിളാണ്. സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചാണ്. സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഒന്നുമില്ല, empty സ്ട്രിങ് വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ സ്പേസ് ഒന്നുമില്ല കേട്ടോ, വേറെ ഇതൊറ്റ സിംഗിൾ സാധനമല്ലേ. അതിനെ റിവേഴ്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ റിവേഴ്സ് ചെയ്തതിനെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ലിസ്റ്റാണ് കിട്ടുക. ആ ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്തു. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? എഗെയിൻ ഒരു സ്ട്രിങ് ആക്കി മാറ്റും. ഇതിന്റെ ഔട്ട്പുട്ട് ഒരു ലിസ്റ്റ് ആയിരിക്കുമോ? അല്ലല്ലോ. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിന്റെ ഔട്ട്പുട്ട് ദാറ്റ് ഷുഡ് ബി ദിസ് തിങ്. റിവേഴ്സ് ചെയ്തായിരിക്കും ഉണ്ടാവുക. മൊത്തം തല തിരിച്ച് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഇതിനകത്ത് ഇനിയും ഇഷ്ടംപോലെ സ്ട്രിങ് മെത്തേഡ്സ് ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, സബ്സ്ട്രിങ് എഴുതാം. സബ്സ്ട്രിങ് നമ്മൾ നോക്കിയതാണ്. ദെൻ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് പാറ്റേൺ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ലെറ്റ് മീ ഷോ ദാറ്റ്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നിങ്ങൾക്ക് കോഡ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് എന്നൊരു സ്ട്രിങ് ഉണ്ട്. ദെൻ ന്യൂ ടെക്സ്റ്റ് ഉണ്ട്. ആ ന്യൂ ടെക്സ്റ്റിനകത്ത് എന്ത് ചെയ്യണം? ഇതിനകത്ത് മിൽക്ക് എന്നുള്ള വാട്ടർ വെച്ചിട്ട്, ഇതാണ് റീപ്ലേസ് ഓൾ. എവിടെയൊക്കെ മിൽക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? വാട്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. നൗ യു ഹാവ്
ഐ എം എ ഗുഡ് ബോയ്, ഐ ലൈക്ക് മിൽക്ക്, ദെൻ ഡോക്ടർ സേസ് മിൽക്ക് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നുണ്ട്. ആൻഡ് നൗ ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആൻഡ് ഐ എം എ ഗുഡ് ബോയ്, ഐ ലൈക്ക് വാട്ടർ, ആൻഡ് ഡോക്ടർ സേസ് വാട്ടർ ഇസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നായിരിക്കും എന്ത് ചെയ്യുക ഇത് വരിക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓൾ ദാറ്റ് വാല്യൂസ് അതിനകത്തുള്ള ആ നമ്മൾ കൊടുത്ത പാറ്റേൺ ആണ് എക്സാക്ട്ലി മാച്ച് ചെയ്യുക. അപ്പോൾ റിമെമ്പർ ഇവിടെ കണ്ടില്ലേ, മിൽക്ക് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വാട്ടർ ആക്കി. ഇവിടെ പാറ്റേൺ ആണ് മാച്ച് ചെയ്യുന്നത്. സപ്പോസ് ഞാൻ ഈ എം ക്യാപിറ്റലാണ് എഴുതിയെങ്കിൽ ഇറ്റ് വോണ്ട് റീപ്ലേസ്, ഇത് എന്ത് ചെയ്യില്ല, റീപ്ലേസ് ഇല്ല. ബിക്കോസ് ആ പാറ്റേൺ എന്ത് ചെയ്തില്ല, ഇതിനകത്ത് ഫൈൻഡ് ചെയ്യുന്നില്ല. എക്സാക്ട്ലി സെയിം ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ പാറ്റേൺ എക്സാക്ട് മാച്ചിങ് ആണ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാറ്റേൺ എന്തായിരിക്കണം, എക്സാക്ട്ലി സെയിം പാറ്റേണിൽ എന്ത് ചെയ്യണം, കൊടുക്കണം എന്ന് ഓർക്കുക. Okay, and this is all about string methods. Okay, I think it is clear.